എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പൊ ഇന്ന് ഞാനുണ്ട്, എൻ്റെ ഇത്തത്തുണ്ട്, അനിയനുണ്ട്, ഞങ്ങളൊക്കെ കൂടിയിട്ട് മലപ്പുറത്തേക്ക് ഒരു യാത്ര. ഇത്തത്തയുടെ മോളുണ്ട്, പിന്നെ പൊണ്ടാട്ടിൻ്റെ കൂടെ മലപ്പുറത്തേക്കാണ് ഇന്നത്തെ യാത്ര. മലപ്പുറത്തൊരു ചങ്കിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെ ചങ്ക് ബ്രോ കൂടെ ഉണ്ട്. എന്നെ എല്ലാ കുടുക്കിലും കൊണ്ട് ചാടിച്ചിട്ടുള്ള എൻ്റെ ചങ്ക് ബ്രോ ആണ്. എന്ത് കാര്യത്തിനും നമ്മളെ നല്ല കാര്യത്തിനും മോശ കാര്യത്തിനൊക്കെ നമ്മളെ കൂടെ ഉള്ളൊരു ചങ്കാണ്. അപ്പം ഞങ്ങളൊക്കെ കൂടി ഒരു യാത്രയിലാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അതാണ്. അപ്പോൾ പോകും വഴിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഗഡികളെ മേലെ കാണുന്നത് നമ്മുടെ പ്രദേശത്ത് പണി കഴിയാത്ത റോഡും, താഴെ കാണുന്നത് NH-66 പണി കഴിഞ്ഞ മലബാർ ഏരിയയിലോട്ട് പോകുമ്പോൾ ഗംഭീരമാണ്. 130 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത് കേട്ടോ വണ്ടി. അറിയില്ല, ഒരു രക്ഷയില്ല റോഡ്. അവിടെ 75% പണി കഴിഞ്ഞിട്ടുണ്ട് റോഡിൻ്റെ. ഇനി ഓവർ ബ്രിഡ്ജുകളെ പണി മാത്രമേ കഴിയാനുള്ളൂ. കൊടുങ്ങല്ലൂർ പാതയ്ക്കാണെങ്കിൽ പണി നടന്നിട്ട്. ചമ്മറവട്ടം പാലം, ഭാരതപ്പുഴ, ചില സമയം വെള്ളം ഉണ്ടാവും. വെള്ളം പാകിസ്ഥാൻ 9 വിക്കറ്റ് 241 ലാസ്റ്റ് ഓവർ. സിംഗിൾ ഓടുന്നില്ല ലാസ്റ്റ് ഓവർ. അപ്പോൾ ഗഡികളെ നമ്മളെ മലപ്പുറത്ത് പോയി നമ്മളെ ഫ്രണ്ടിനൊക്കെ മീറ്റ് ചെയ്തു. അതിന് ശേഷം പൊണ്ടാട്ടി കുറേ കാലമായി പറയുന്നത് കോഴിക്കോട് ബീച്ചൊന്ന് കാണണം എന്നുള്ളത്. പിന്നെ അവിടെ മാതൃഭൂമി ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള പരിപാടിയിൽ നമ്മളെ യാത്ര കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഏതാണ്ട് കോഴിക്കോട് എത്തി തുടങ്ങിയിട്ട്, എത്തുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ ബീച്ചും അതിൻ്റെ സൈഡിലാണ് ഈ കാണുന്നത്. അസാധ്യ ജനത്തിരക്കാണ് കേട്ടോ ഇവിടെയൊക്കെ. ചെരുപ്പിട്ട് വന്നിട്ട് കടപ്പുറത്ത് കൂടെ നടക്കാൻ പറ്റുന്നില്ല ഗായ്സ്. അപ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉപ്പിലിട്ടത് കഴിക്കുക എന്നുള്ളതാണ്. ഉപ്പിലിട്ടതൊക്കെ ഒരു രക്ഷയില്ലട്ടോ, അസാധ്യ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട് ഉപ്പിലിട്ടതൊക്കെ. പിന്നെ ഐസ് വരതിയിട്ടുള്ള ഒരു മധുരമുള്ളത് ഒരു മിക്സഡാണ് കഴിച്ചത്. വലിയ താല്പര്യമൊന്നും ആയില്ല. പിന്നെ എന്താണ്, കോഴിക്കോട് നമ്മൾ പണ്ട് മുതലേ കേട്ടു തുടങ്ങുന്നതാണ്. ഈ കോഴിക്കോട് ബീച്ചിൽ വിവിധ തരം പാനീയങ്ങൾ കിട്ടും. അതിൽ കിട്ടിയ 2 ട്രൈ ചെയ്തു, വലിയ ഇഷ്ടമൊന്നും ആയില്ല. പിന്നെ നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇപ്പോൾ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കൂന്തൽ നിറച്ചത്. നമ്മളതും ട്രൈ ചെയ്തു. പക്ഷേ 10 പൈസയ്ക്കില്ല, വായിൽ വയ്ക്കാൻ കൊള്ളില്ല. ഒരു കൂന്തലിന് ഒരു ചാർജ് ചെയ്യുന്നത് 180 രൂപയോളമാണ്. ആ ഒരു 180 രൂപയ്ക്ക് ഉള്ള ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ എന്താ ഇനിയിപ്പോൾ നമ്മൾ കഴിച്ച കടയിലത്തെ കുഴപ്പമാണോ എന്ന് അറിയില്ല കേട്ടോ. മറ്റുള്ള കടയിലൊക്കെ ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് കടപ്പുറത്തുള്ള ഈ കച്ചവടക്കാരെയും പിന്നെ അവരുടെ ഉപജീവന മാർഗ്ഗമൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗമാണ്. അതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്ത അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ എന്താ തിരക്ക്, ഒരു കടപ്പുറത്തിന് എങ്ങനെ ഒരു ഉത്സവ
ലഹരിയിൽ ആക്കിയെടുക്കാം എന്നുള്ളതായിരുന്നു. അതാണ് കണ്ടു പഠിക്കേണ്ടത്. നമ്മളുടെ ഇവിടെയും ഒരുപാട് കടപ്പുറങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ ഓഹോ ബീച്ചിനെ കുറിച്ചായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അസാധ്യം. അത്രയും പോലും എനിക്ക് കോഴിക്കോട് ബീച്ചിന് തോന്നിയില്ല. പക്ഷേ എന്താണ് അവിടെ ഈ പറഞ്ഞ മാതിരി കുറേ ഇതേമാതിരി കുറേ കച്ചവടക്കാരും കുറേ വിവിധതരം ഭക്ഷണങ്ങളും ഒക്കെയാണ് കോഴിക്കോടിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ നമ്മൾ പോയ സമയത്തിൻ്റെ നമ്മൾ വളരെ ലേറ്റായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ അവിടെ. അപ്പോൾ പകൽ ഇനി ഇതിനെക്കാട്ടും ഗംഭീരമായിരിക്കാം. ഇനി ഒരു പ്രാവശ്യം എന്തായാലും തീർച്ചയായിട്ടും പകൽ പോകണം കോഴിക്കോട് എന്തായാലും. അതേമാതിരി കഴിച്ചതിന് പിന്നെ കക്ക നിറച്ചത്, പിന്നെ കാടമുട്ട ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാടമുട്ട വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ മുട്ടയല്ല. പിന്നെ അവിടെ നമ്മൾ മെയിനായിട്ട് കാണാൻ പോയത് മാതൃഭൂമി ഓട്ടോ എക്സ്പോ. ഒരു രസം ഉണ്ടായില്ല കേട്ടോ. സംഭവം പരിപാടി വളരെ രസമായിരുന്നു. ഒരുപാട് വണ്ടികൾ അവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ മോഡൽസൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് വണ്ടീനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെക്കുറിച്ചൊന്നും വല്ലാതെ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ളൊരു അറിവുള്ള വ്ളോഗേഴ്സാണെങ്കിൽ അവർക്കൊരു 10 കണ്ടൻറ്റിനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. അത്രയും വണ്ടികളാണ് ഇവിടെ നിന്ന് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഹലോ കടികൾ, അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു. ഏകദേശം ഒരു 10-11 ഒക്കെ ആയിട്ടുണ്ട് സമയം. ആ സമയത്ത് നല്ലൊരു തിരക്ക് കണ്ടു ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെ കയറി ഫുഡ് കഴിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടിച്ച കല്ലും വെച്ചിട്ട് ഇടിച്ച പൊള്ളിച്ച കോഴിയും പൊരിച്ച കോഴിയും അൺലിമിറ്റഡ് നെയ്ച്ചോറും അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേകതരം ഗ്രേവിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ കോഴി പൊള്ളിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഞാനപ്പോൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ എടരിക്കോട് നിന്ന് തിരൂർ റൂട്ടിൽ കടന്ന് ഒരു 600 മീറ്ററിലാണ് ഈ റെസ്റ്റോറൻറ്റ് വന്നത്. അസാധ്യ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ ആ വഴിക്ക് ആരെങ്കിലുമൊക്കെ പോരുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കയറി തട്ടിക്കോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ആ കോഴിക്കോട് നിന്ന് കഴിച്ച ഫുഡിൻ്റെ ഒക്കെ ഒരു ക്ഷീണം മാറി കിട്ടിയത് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചപ്പോഴാണ്. കോഴിനെ പൊള്ളിച്ചതും നെയ്ച്ചോറും അപ്പോൾ സ്ഥലം ഞാനൊന്നും കൂടെ പറയാം. എടരിക്കോട് നിന്ന് തിരൂർ റോട്ടിലേക്ക് ഒരു 600 മീറ്റർ കിടക്കുമ്പോഴാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ വഴിക്ക് പോകണവരുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, കയറി തട്ടിക്കോ, ഒരു നഷ്ടവും വരില്ല, ഇഷ്ടപ്പെടും തീർച്ച. അപ്പോൾ നമ്മൾ വീണ്ടും അവസാനം നമ്മുടെ നാടായ തൃപ്രയാറ് VB മാളിൽ വന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലാണല്ലോ. അപ്പോൾ നല്ലൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇവിടുത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ടിങ് കൂടി ഒന്ന് അടിച്ചിട്ടാ. അപ്പോൾ വീണ്ടും കാണാം. അതുവരയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കു. ബായ്.